കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്കറിയാം, പ്രത്യേകിച്ച് ശൂനോയ നോയമ്പിൻ്റെ 9-ാം ദിനം നമ്മളെല്ലാവരും കർത്താവിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളായി, ജീവിതത്തിലെ ഓരോ സങ്കടങ്ങളായി, ജീവിതത്തിലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെല്ലാം കർത്താവിലേക്ക് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു വിശ്വാസത്തിലാണ്, എൻ്റെ കർത്താവായ യേശു മിശിഹ എന്നെ രക്ഷിക്കും. നിങ്ങളുടെ വിശ്വാസമൊന്നും തെറ്റ് അല്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരിക്കലും തെറ്റായി മാറത്തുമില്ല. ദൈവം ശരിക്കും നിങ്ങൾക്ക് മോചനം നൽകും. ദൈവം ശരിക്കും നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം ശരിക്കും നിങ്ങളെ ശക്തിപ്പെടുത്തും. അപ്പോൾ കൃപയുടെ നാഥനും നമ്മുടെ എല്ലാം രക്ഷകനുമായ യേശു മിശിഹ നമ്മുടെ ഇടയിലുണ്ടെന്ന് നമ്മൾ പ്രത്യേകമായി നമ്മൾ അറിയണം. ഇപ്പോൾ നമ്മുടെ ഇടയിൽ കർത്താവായ യേശു മിശിഹ ഉണ്ട്. ആ ദൈവം നമ്മളെ നയിക്കുകയും പരിപാലിക്കുകയും നമുക്ക് ശക്തി നൽകുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇന്ന് നമ്മളെടുത്ത ഒരു സുവിശേഷ ഭാഗം, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യമാണ്. യേശു അവനോട്, ആമീൻ ആമീൻ എന്ന് നിന്നോട് പറയുന്നു, പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ സുവിശേഷ ഭാഗത്തിൽ കർത്താവായ യേശു മിശിഹ നമ്മൾ ഓരോ വ്യക്തികളോടും പുതുതായി ജനിക്കണം, പുതുതായി വിശ്വസിക്കണം, പുതുതായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണം. ഇന്നലെ വരെ ചെയ്ത പാപങ്ങളാവട്ടെ, ഇന്നലെ വരെ വന്ന കുറവുകളാവട്ടെ, തമ്പുരാൻ ഇതൊന്നും തന്നെ നോക്കുന്നില്ല. ഓരോ ദിവസം തമ്പുരാൻ ദാനമായി തരുമ്പോൾ ആ ഓരോ ദിവസം തമ്പുരാൻ അനുഗ്രഹമായി തരുന്നേ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ശൂനോയ നോയമ്പിൽ നമുക്ക് പ്രത്യേകമായി നമ്മൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. നമ്മൾ നേരത്തെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കേട്ടത് പുതുതായി ജനിക്കണം. എന്നാൽ ഇവിടെ നമ്മളെ പാപത്തിൽ നിന്നും മോചിപ്പിക്കാനും നമ്മുടെ കർത്താവായ യേശു മിശിഹയാണ് വരുന്നത്. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. അപ്പോൾ ദൈവമാതാവ് മുഖേന സഭയിൽ നൽകിയ ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ്, എൻ്റെ പുത്രനും കർത്താവായ യേശു മിശിഹായി ഭൂമി കടന്നു വന്നുകൊണ്ട് ഓരോ ജനത്തെ, ഓരോ വിശ്വാസിയെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. പ്രിയമുള്ളവരെ, അതായത് മാതാവിൻ്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹം ലഭിച്ചപ്പോൾ മാതാവ് ലോകത്തിലേക്ക് തരികയാണ് ചെയ്യുന്നത്. എൻ്റെ പുത്രൻ, എൻ്റെ ഈശോ നിങ്ങളുടെ എല്ലാം പാപത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുകയും നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതായത് മാതാവിൻ്റെ ഇത് തന്നെ വിശ്വാസം. മാതാവ് നമ്മളോടും പറയുന്നത് ഇത് തന്നെയാണ്, പുത്രൻ നിങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. അതുകൊണ്ട് മാതാവ് പറയുന്ന ഒരേ വാക്യം, നമ്മളും പാപത്തിൽ നിന്നെല്ലാം അകന്ന് ജീവിച്ചു നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാം. കർത്താവ് ഇറങ്ങി വന്നു നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഈ ശൂനോയ നോയമ്പ് നമുക്ക് പാപങ്ങളെല്ലാം ഇട്ട് പറഞ്ഞുകൊണ്ട് നല്ലൊരു വിശുദ്ധ കുമ്പസാരമെല്ലാം നടത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്കെല്ലാം മോചനം കണ്ടുകൊണ്ട് നല്ലൊരു അനുഗ്രഹത്തിൻ്റെ ജീവിതമായി ജീവിക്കാം. മാതാവ് ജീവിച്ചത് പരിശുദ്ധിയിലാണ്, മാതാവ് ജീവിച്ചത് അനുഗ്രഹത്തിലാണ്. നമ്മളും പരിശുദ്ധിയിലും അനുഗ്രഹത്തിലും ജീവിച്ചുകൊണ്ട് നിരന്തരമായി ഈശോയെ സ്തുതിക്കാം. കർത്താവ് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.